പ്രിയപ്പെട്ട ശ്രീ ഷിബു മേരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഒട്ടും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ ബാലേന്ദ്രൻ മാഷ് പറഞ്ഞു നിർത്തിയ ചില കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള PR വർക്കുകളും പുകമറകളും സൃഷ്ടിച്ചുകൊണ്ട് തൃത്താലയിലെ ജനങ്ങളുടെ കഴിഞ്ഞ 4.25 വർഷത്തെ ദുരനുഭവത്തെ, ദുരിത യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കാമെന്നാണ് ചിലർ വ്യാമോഹിക്കുന്നത്. അതാണ് ഇപ്പോൾ സമീപ ദിവസങ്ങളിലൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലല്ല വികസനം എന്നാണ് അവരുടെ പ്രചരണ വാചകം. പക്ഷേ ഫേസ്ബുക്കിൽ മാത്രമേ വികസനം കാണാനുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത ദിവസങ്ങളിലായി കുറേ റോഡുകൾ റീടാർ ചെയ്യും. എനിക്ക് മനസ്സിലാവാത്തത്, ഇതിൽ പല റോഡുകളും 2021 ഇവരുടെ പുതിയ സർക്കാർ വന്നതിന് ശേഷം പ്രഖ്യാപിച്ചതൊക്കെ തന്നെയാണ്. ചില റോഡുകൾ 2021 പ്രഖ്യാപിച്ച റോഡ് ഇപ്പം നിർമ്മാണം നടക്കുന്നു. 2022 പ്രഖ്യാപിച്ച റോഡും ഇപ്പം നിർമ്മാണം നടക്കുന്നു. 2023 പ്രഖ്യാപിച്ച റോഡും ഇപ്പോഴാണ് നിർമ്മാണം നടക്കുന്നത്. 2024 റോഡും 2025 റോഡും ഒക്കെ ഈ 2026 ഫെബ്രുവരി മാസത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്ന് പറയുമ്പോൾ ഇതെന്ത് മാജിക്കാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം സാധാരണഗതിയിൽ സർക്കാർ ബജറ്റിലൂടെ ഫണ്ട് അനുവദിക്കുന്നത് ഓരോ സാമ്പത്തിക വർഷത്തിലാണ്. ഈ വർഷത്തെ ബജറ്റിൽ തുക അനുവദിച്ചാൽ പിന്നെ അതിൻ്റെ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ DPR തയ്യാറാക്കണം, അതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് എടുക്കണം, അത് ടെൻഡർ ചെയ്യണം. ആ ടെൻഡർ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് അഗ്രിമെന്റ് വെക്കണം, പിന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം. സാധാരണഗതിയിൽ ഒരു 5-6 മാസമാണ് ഇതിനെടുക്കുന്ന ഒരു കാലതാമസം. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത്. പക്ഷേ അതൊന്നും അല്ലാതെ 3 വർഷം മുമ്പത്തെ റോഡ് ഇപ്പൊ നിർമ്മാണം നടത്തുന്നു, കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച റോഡും ഇപ്പൊ തന്നെ നിർമ്മാണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇതെന്തുകൊണ്ട് അന്ന് ചെയ്തില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരില്ലേ? 5 വർഷത്തേക്ക് ഒരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടാകുമ്പോൾ, ഒരു സർക്കാരിനെ ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ 4.25 വർഷവും ഒന്നും ചെയ്യാതെ ജനങ്ങൾ ദുരിതം അനുഭവിച്ചോട്ടെ, തകർന്നു കിടക്കുന്ന റോഡുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടുവൊടിയട്ടെ, ആക്സിഡന്റുകൾ ഉണ്ടാവട്ടെ, മരണങ്ങൾ ഉണ്ടായാൽ പോലും സാരമില്ല. പടിഞ്ഞാറങ്ങാടി അടക്കം മരണമുണ്ടായി, പട്ടാമ്പിയിലടക്കം മരണങ്ങളുണ്ടായി. അപ്പൊ അങ്ങനെ ജനങ്ങളെ 4.25 വർഷവും ദുരിതം അനുഭവിക്കാൻ വിട്ടുകൊടുക്കുന്നത് എന്തിന് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. അപ്പൊ തെരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിട്ടല്ല വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. അതൊരു അനുസ്യൂതമായ ഒരു തുടർ പ്രക്രിയയാണ്. ഒരു ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ ആ ഫണ്ട് പരമാവധി ഒരു വർഷത്തിനകത്ത് ചെലവഴിക്കാൻ സാധിക്കണം. മുമ്പ് അങ്ങനെയായിരുന്നു തൃത്താല മണ്ഡലത്തിൽ. ഈ തൃത്താല മണ്ഡലത്തിൽ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ BMN-BC ചെയ്ത റോഡ് ഈ നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാവുന്നത് 2011 UDF-ന്റെ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായപ്പോൾ, 20 വർഷത്തിന് ശേഷം തൃത്താലയ്ക്ക് UDF-ന്റെ ഒരു MLA ഉണ്ടായപ്പോൾ ആണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അതിനെ നിഷേധിക്കാൻ പറ്റുമോ? 2011 മുമ്പ് ഈ തൃത്താല നിയോജക മണ്ഡലത്തിൽ ഒരൊറ്റ BMN-BC റോഡ് പോലും ഇല്ല എന്നുള്ളത് ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 136 കിലോമീറ്ററോ മറ്റോ ആണ് PWD റോഡിന്റെ ലെങ്ത്. മാഷേ, അതിൽ നേർപകുതി ഏതാണ്ട് 65ഓളം കിലോമീറ്റർ റോഡ് ആ ആദ്യത്തെ 5 വർഷം കൊണ്ട് നമ്മൾ BMN-BC നിലവാരത്തിലേക്ക് ഉയർത്തി. അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. തണത്തറയിൽ പുതിയ പാലം, ചാലിശ്ശേരിയിൽ നമ്മുടെ അതിർത്തിയിൽ, അവിടെ നിന്നിട്ട് തുടങ്ങി കൂറ്റനാട് വഴി, കൂട്ടുപാത വഴി പട്ടാമ്പി പാലം വരെയുള്ള റോഡ്, ആ ഭാഗത്തു നിന്ന് തുടങ്ങി തൃത്താല വരെയുള്ള റോഡ്, തൃത്താല കൂറ്റനാട് റോഡ്, തൃത്താല ആലൂര് പടിഞ്ഞാറങ്ങാടി റോഡ്, കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി കുമരനെല്ലൂര്
നമ്മുടെ ജില്ലാ അതിർത്തിയായിട്ടുള്ള നീലിയാട് വരെയുള്ള റോഡ്, കൂട്ടുപാതയിൽ നിന്ന് ആറങ്ങോട്ട് വരെയുള്ള റോഡ്, ഇങ്ങനെയുള്ള റോഡുകളൊക്കെ, തൃത്താല പട്ടിത്തറ റോഡ്, കുമ്പിടി വരെ, ഈ റോഡുകളൊക്കെ BMNBC നിലവാരത്തിലേക്ക്, അതായത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ജീവനാഡിയായിട്ടുള്ള പ്രധാന റോഡുകളൊക്കെ 50%, പകുതിക്ക് പകുതി നമുക്ക് 5 വർഷം കൊണ്ട് BMNBC നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു. കാരണം തൃത്താലയിൽ നിങ്ങൾ നൽകിയ ഒരു അവസരം എനിക്ക് ലഭിച്ചു. അതോടൊപ്പം സംസ്ഥാനത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ഞാൻ വളരെ നന്ദിയോടുകൂടി ഈ അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ഷിബുവിന്റെയൊക്കെ നാട്ടുകാരനായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞു സാഹിബിനെ ഓർക്കുകയാണ്. അദ്ദേഹമായിരുന്നു അന്ന് PWD വകുപ്പിന്റെ മന്ത്രി. ഈ കോട്ടപ്പാടം റോഡ് ഞാനത് വിട്ടുപോയി. മജീദ് മാഷ അടക്കമുള്ള ആളുകളുടെ കൂടി വലിയ പരിശ്രമ കാര്യത്തിലുണ്ട്. കോട്ടപ്പാടം റോഡ് ഇതിന്റെ പകുതി കോട്ടപ്പാടം സെന്റർ വരെ. അപ്പൊ ആ നിലയിൽ നിയോജക മണ്ഡലത്തിലെ പല റോഡുകളെയും BMNBC നിലവാരത്തിലേക്ക് നമുക്ക് 5 വർഷം കൊണ്ട് ഉയർത്താൻ സാധിച്ചു. പിന്നീടുള്ള 5 വർഷം ബാക്കി പകുതി ചെയ്യാൻ സാധിച്ചില്ല. അത് ശരിയാണ്. കാരണം സംസ്ഥാനത്ത് ഭരണം മാറി, പിണറായി വിജയന്റെ സർക്കാർ വന്നു. നമ്മളോട് വലിയ ശത്രുതാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായിരുന്നു. കേരളത്തിൽ പൊതുവിൽ തന്നെ പ്രഖ്യാപനങ്ങളല്ലാതെ മറ്റൊന്നും നടക്കാത്ത ഒരു കാലഘട്ടമായി അത് മാറി. എല്ലാ പദ്ധതിയും കിഫ്ബിയിലൂടെ നടപ്പാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കിഫ്ബിയിലെ പദ്ധതികൾ പ്രഖ്യാപനത്തിനപ്പുറത്ത് പ്രവൃത്തി പദത്തിലേക്ക് വന്നില്ല. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പൊ ഇവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വിമർശനം, ഒരു പരാതി, എനിക്കെതിരെയുള്ള ഒരു ആക്ഷേപം, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ്. പക്ഷെ തൃത്താലയ്ക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. കാരണം തൃത്താലയിലെ MLA അതിനു വേണ്ട പരിശ്രമം നടത്തിയില്ല, ഇടപെടൽ നടത്തിയില്ല, ഫോളോ അപ്പ് നടത്തിയില്ല. അതുകൊണ്ട് തൃത്താലയ്ക്ക് മാത്രമാണ് കിട്ടാത്തത്. ബാക്കി എല്ലായിടത്തും കിഫ്ബിയിലൂടെ വലിയ വികസനം നടക്കുകയാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രചരണ ആയുധം. ഞാൻ ചോദിക്കട്ടെ, ഈ 5 വർഷം കൊണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിൽ പുതിയതായി ഏതെങ്കിലും ഒരു കിഫ്ബി പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി കിഫ്ബിയിലൂടെ ഈ തൃത്താല നിയോജക മണ്ഡലത്തിൽ ഈ 5 വർഷം പ്രഖ്യാപിക്കുകയോ യാഥാർത്ഥ്യമാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ മാഷ് പറഞ്ഞ ഈ ഉദ്ഘാടനം ചെയ്യുന്ന സ്കൂളുകള്, ഇപ്പൊ ഗോഖലെ സ്കൂള്, അത് 2017 പ്രഖ്യാപിച്ചതാണ് ഇതേ കിഫ്ബിയിലൂടെ. മേഴത്തൂർ സ്കൂൾ 2017 പ്രഖ്യാപിച്ചതാണ്. ആനക്കര സ്കൂളും ചാത്തന്നൂർ സ്കൂളും ഡയറ്റ് ലാബ് സ്കൂളും അതൊക്കെ 2017-18 വർഷങ്ങളിൽ കിഫ്ബിയിലൂടെ പ്രഖ്യാപിച്ചതാണ്. 3 കോടി രൂപ വീതമായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസയില്ല, പ്രഖ്യാപനം മാത്രമേ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 90,000 കോടി രൂപയുടെ പദ്ധതികൾ ഒറ്റയടിക്ക് പ്രഖ്യാപിച്ചു. ഇപ്പൊ പോലും ഏതാണ്ട് 30,000 കോടി രൂപയുടെ പദ്ധതികളെ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. 1/3 ഇപ്പോൾ പോലും കിഫ്ബി പദ്ധതികൾ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. 90,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിൽ 60,000 കോടി ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ അന്ന് പ്രഖ്യാപിച്ച 3 കോടിയുടെ സ്കൂൾ ബിൽഡിങ്ങുകളാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇപ്പൊ വരുന്നത്. ഈ 5-ാം വർഷത്തില് എന്താ വ്യത്യാസം ഉണ്ടായെന്ന് വെച്ചാൽ, അന്ന് 3 കോടിക്ക് തീരുമായിരുന്ന ബിൽഡിങ്ങുകൾക്കൊക്കെ ഇപ്പൊ 390-ഉം 360 ഒക്കെയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. 60 ലക്ഷം 90 ലക്ഷം അധിക ചെലവ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും വസ്തുനിഷ്ഠമായി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ 5 വർഷം പുതിയതായി കിഫ്ബിയിലൂടെ ഏതെങ്കിലും ഒരു സ്കൂളിന് കെട്ടിടം അനുവദിച്ചിട്ടുണ്ടോ? പുതിയതായി ഏതെങ്കിലും ഒരു റോഡ് തൃത്താല നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ വന്നിട്ടുണ്ടോ? റെയിൽവേ മേൽപ്പാലം അടക്കം കിഫ്ബിയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. കിഫ്ബിക്ക് മുൻപ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത്, നമ്മുടെ ആദ്യ ഗവൺമെന്റിന്റെ സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട റോഡാണ് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തുടങ്ങി കുമ്പിടി വഴി പട്ടിത്തറ തൃത്താല വഴി VK കടവ് വഴി പട്ടാമ്പി ചെന്ന് പട്ടാമ്പിയിൽ പുതിയ പാലം, നേരെ തീരദേശം വഴി ഷൊർണൂരിലേക്ക് പോകുന്ന റോഡ്. 120 കോടി രൂപ അന്ന് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചതാണ്. ഗവൺമെന്റ് മാറി പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ 2016-ൽ നേരത്തെ ബജറ്റിൽ ഉണ്ടായിരുന്ന ആ വർക്ക് എടുത്ത് കിഫ്ബിക്ക് കൊടുത്തു. അവിടെ കിടക്കുകയാണ്.
ആ 5 വർഷം ഞാനായിരുന്നു ജനപ്രതിനിധി. ആവത് ശ്രമിച്ചു നോക്കി, മുന്നോട്ട് പോകുന്നില്ല. DPR ഒക്കെ തയ്യാറായതാണ്. നിയമസഭയിൽ കൃത്യമായിട്ടുള്ള മറുപടി എത്രയോ തവണ നമുക്ക് അന്നത്തെ PWD വകുപ്പ് മന്ത്രി ശ്രീ G. സുധാകരൻ തന്നതാണ്. നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പരതിയാൽ അതിന്റെ വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇത് മുഴുവൻ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞിരിക്കുന്നു, ഇനി നിർവഹണത്തിലേക്ക് കടന്നാൽ മതി എന്ന് ആ 5 വർഷവും പറഞ്ഞു. ഇപ്പതാ വീണ്ടും 5 വർഷമായി, ഇപ്പോഴും നിർമ്മാണത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ ഈ കാലതാമസമാണ്. തൃത്താല നിയോജക മണ്ഡലത്തിൽ നമ്മുടെ പട്ടിത്തറ പഞ്ചായത്തിൽ വന്നിട്ടല്ലേ ഒരു ടാപ്പൊക്കെ തിരിച്ച് കുടിവെള്ളം ഇല്ലാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടുള്ള പ്രഖ്യാപനം എന്തായിരുന്നു? തൃത്താലയിൽ വലിയ കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവരും. ഈ 5 വർഷം കൊണ്ട് പുതിയതായി വന്ന ഏത് കുടിവെള്ള പദ്ധതിയായി നിയോജകമണ്ഡലത്തിലുള്ളത്? ഈ പട്ടിത്തറ പഞ്ചായത്തിനും അപ്പുറത്തെ കപ്പൂരിനും ആനക്കരയ്ക്കും വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് നമ്മളല്ലേ? അതിനുള്ള വെള്ളമല്ലേ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കണേ? അതിനല്ലേ ഈ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ടിരിക്കണം അല്ലേ? പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെയല്ല അതിന്റെ ഒരു ടാങ്ക്. വേറെ ഒന്ന് പറക്കുളം കുന്നിന്റെ മുകളിലല്ലേ? നമ്മുടെ പഞ്ചായത്തിലെ കരണപ്ര കുന്നിന്റെ മുകളിലല്ലേ അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉള്ളത്? ഇതൊക്കെ നമ്മുടെ കാലത്ത് വന്നതാണ്. അതിന്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ കണക്ഷൻ പോലും പൂർത്തീകരിച്ചിട്ടില്ല. എന്നിട്ട് അതിന്റെ ഒക്കെ തുക ചേർത്തിട്ടാണ് ഈ 1000 കോടിയുടെ വികസനം പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ ഈ പൈപ്പ് ലൈൻ വലിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ തുകയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1000 കോടി രൂപയുടെ വികസനം ഇവിടെ നടക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പ്രഖ്യാപിച്ച 120 കോടി രൂപയുടെ ആ റോഡടക്കം ഈ 1000-ലുണ്ട്. അന്ന് പ്രഖ്യാപിച്ച കാങ്കപ്പുഴ റെഗുലേറ്റർ ഈ 1000 കോടിയിലുണ്ട്. അതാണ് ഇപ്പൊ യാഥാർത്ഥ്യമാവുന്നത്. 2015-ൽ ശ്രീ KM മാണി കേരളത്തിന്റെ ധനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലെ ബജറ്റിലൂടെ അംഗീകരിക്കപ്പെട്ടത്. അതിന്റെ ടോക്കൺ പ്രൊവിഷൻ, ടോക്കണല്ല, അതിന്റെ ആരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തുക ബജറ്റിലൂടെ അനുവദിച്ചത്. പിന്നീടുള്ള 5 വർഷം നമ്മുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഒടുവിലാണ് ആ പദ്ധതി സർക്കാർ ഏറ്റെടുക്കുകയും സർക്കാർ അത് യാഥാർത്ഥ്യമാക്കും എന്നുള്ള ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. കുറ്റിപ്പുറത്തിന്റെ MLA ആയിരുന്ന, കോട്ടക്കലിന്റെ MLA ആയ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ വലിയ രീതിയിൽ നമ്മളോട് സഹകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഞാനും ആബിദ് ഹുസൈൻ തങ്ങളും ജലവിഭവ മന്ത്രിയായിരുന്ന ശ്രീ K. കൃഷ്ണൻകുട്ടിയേട്ടനും നിരവധി തവണ അതുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗുകൾ നടത്തി. അതിന്റെ DPR അംഗീകരിച്ചു. അതിന്റെ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ആ പദ്ധതിയാണ് ഇപ്പോൾ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ ഈ 5 വർഷം പുതിയതായി ഒരു പദ്ധതി പോലും ഈ നിയോജക മണ്ഡലത്തിനായി നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ കൂറ്റനാട് മുഴുവൻ കെട്ടിടങ്ങളെ പൊളിച്ചുകൊണ്ടുള്ള ഒരു വികസന പദ്ധതി വലിയ വാശിയോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ പദ്ധതിയാണ്, ഞാൻ അംഗീകരിക്കുകയാണ്. അതുപോലെ ഇപ്പൊ കക്കാട്ടിരി സ്കൂളിന് ഒരു കെട്ടിടം, ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല, പുതിയതാണ്, 1 കോടിയുടെ കെട്ടിടമാണ്. ബാക്കി സ്കൂളുകളിലെ, പ്രധാനപ്പെട്ട സ്കൂളുകളിലെ ഒക്കെ വലിയ കെട്ടിടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2017-ലും 2018-ലും പ്രഖ്യാപിക്കപ്പെട്ട, അനുവദിക്കപ്പെട്ട ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി നമ്മൾ നേടിയെടുത്ത പദ്ധതികളാണ്. ആ ഘട്ടത്തിൽ അനുവദിച്ച പദ്ധതിയാണ് വട്ടേനാട് സ്കൂളിൽ 5 കോടിയുടെ കെട്ടിടം. അത് പക്ഷെ നമ്മുടെ കാലത്ത് തന്നെ നമുക്ക് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഒപ്പം പ്രഖ്യാപിച്ചതാണ് ബാക്കി ഇതൊക്കെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 3 കോടിക്ക് അന്ന് തീരുമായിരുന്ന വർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം കാരണം, മൊത്തം വൈകിയത് കാരണം ഇപ്പൊ 3.25 കോടിയും 390 ഒക്കെ ആവുന്ന അവസ്ഥയുണ്ട്. അത് തൃത്താല നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ പാലക്കാട് ജില്ലയിലെ മൊത്തം ഇതുപോലെ പെൻഡിംഗ് ആയിട്ടുള്ള സ്കൂളുകളുടെ കണക്കെടുത്തു. ഏതാണ്ട് 38 സ്കൂളുകളാണ് അന്ന് ജില്ലയിൽ ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട് നിർമ്മാണം നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. അതിൽ 3-4 തൃത്താലയിലുള്ളൂ. ബാക്കി മുഴുവൻ LDF MLA-മാരുടെ മണ്ഡലങ്ങളിലാണ്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, ശ്രീ MP രാജേഷ് പാർലമെന്റ് അംഗമായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട സ്കൂളുകളാണ് അതിൽ 10-20 അപ്പൊ അതൊന്നും ആ കാലത്ത് നടന്നിരുന്നില്ല. കാരണം സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പ്രഖ്യാപനം ഒറ്റയടിക്കേണ്ടി നടത്തി. പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായി
3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് നിർമ്മാണത്തിന്റെ ഘട്ടത്തിലേക്ക് വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ സമീപകാലത്ത് തൃത്താലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. അത് ജനങ്ങളിൽ നിന്ന് ഏത് വികസന പുകമറ ജാഥകൾ നടത്തിയാലും മറച്ചു പിടിക്കാൻ സാധിക്കില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. 2 മാസം മുമ്പ് വരെ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള ഓർമ്മ എല്ലാവരും ഉണ്ടല്ലോ. ഇനിയിപ്പോ തിരക്ക് പിടിച്ച് ഈ നടത്തുന്ന റോഡുകളുടെയൊക്കെ നിലവാരം എന്താണ് എന്നുള്ളത് വീണ്ടും 2 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാം. കാരണം ഇതുപോലെ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു റോഡുണ്ടായിരുന്നു, വലിയ കൊട്ടിക്കൊഴിച്ച് പരുതൂർ പഞ്ചായത്തിൽ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തീരദേശ റോഡ്, വലിയ പ്രഖ്യാപനമായിരുന്നു. ഇതാ കടലില്ലാത്ത പാലക്കാട് ജില്ലയിലേക്ക് ഞാൻ ആദ്യമായി തീരദേശ ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകളൊക്കെയാണ് ഉയർത്തിയിരുന്നത്. ഒരു 3 മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ഫ്ലക്സ് ബോർഡുകളൊക്കെ അവരെന്നെ എടുത്തുകൊണ്ടുപോയി. കാരണം നിർമ്മാണം പൂർത്തീകരിച്ച 2ാമത്തെ ആഴ്ച ആ റോഡ് തകർന്നു. നമ്മളാരും പറഞ്ഞതല്ല. സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ചീഫ് ടെക്നിക്കൽ എക്സാമിനർ CTE വന്ന് വിദഗ്ധ എഞ്ചിനീയർമാരുമായി വന്ന് സ്ഥലം പരിശോധിച്ചു. റോഡിന്റെ പരിശോധന സാധാരണഗതിയിൽ അവരെങ്ങനെയാ ചെയ്യാൻ നമുക്കറിയാലോ. അവിടെ ഇവിടെയൊക്കെ കുഴിച്ചു നോക്കും, എന്നിട്ട് അവിടുന്ന് സാമ്പിൾ എടുക്കും. ഇവർ കുഴിച്ചു നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ടായി സർക്കാരിലേക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്നറിയോ? 30 സെന്റിമീറ്റർ കനം വേണ്ട റോഡിന് 15 സെന്റിമീറ്റർ പോലും കനമില്ല. 2 കോടിയോളം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്ന ഈ റോഡിന് യഥാർത്ഥത്തിൽ 1 കോടി രൂപ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 1 കോടി രൂപ കോൺട്രാക്ടറിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വേണം. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെ മന്ത്രി ന്യായീകരിക്കുന്നു, പൊതുവേദിയിൽ വെച്ച് പൊന്നാട അണിയിക്കുന്നു. മന്ത്രിയിൽ നിന്ന് പൊന്നാടയും പതക്കവും ഒക്കെ വാങ്ങിയ ഉദ്യോഗസ്ഥൻ അവസാനം ഇപ്പൊ സസ്പെൻഷനിലാണ്. കാരണം ഗവൺമെന്റിന്റെ ഒരു പരിധി വിട്ട് സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ സമീപ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആയുസ് എത്രയാണ് എന്നുള്ളത് ചിലപ്പോൾ അടുത്ത മഴക്കാലം കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ റോഡ് പണി നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ടാറിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം ഒരു തൊഴിലാളി വന്ന് കാലുകൊണ്ടാണ് അമർത്തുന്നത്. റോഡ് റോളറും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും വെച്ചല്ല, കാലുകൊണ്ട് അമർത്തി. അപ്പോൾ കാലുകൊണ്ട് നടക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്ന റോഡ് ഈ പട്ടിത്തറ പഞ്ചായത്തിലുണ്ട്. പാലൂര് റോഡ് അല്ലേ, ചിറ്റപ്പുറം ആലൂർ റോഡ് 3 വർഷം, ഒരു 1.5-2 കിലോമീറ്റർ റോഡാണ്. 3 വർഷം ചിറ്റപ്പുറക്കാർക്ക് ആലൂര് വരണമെങ്കിൽ തൃത്താല പോയിട്ട് വളഞ്ഞു വരണം. ആ റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമല്ലാതെ ആകെ പൊടിപടലങ്ങൾ, ഒരു ആൾക്ക് ആ വഴിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ആ പ്രദേശത്ത് അപ്പുറത്തുള്ള ആളുകൾ മുഴുവൻ ഈ പൊടി തിന്ന് ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ ദുരിതം അനുഭവിച്ച് 3 വർഷം കാത്തിരുന്നതിന് ശേഷം ആ റോഡ് ഉണ്ടാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ആ റോഡ് തകർന്നു. നിങ്ങൾ എന്തിനാ കാലുകൊണ്ട് ഉരച്ചു നോക്കുന്നതാണ് അവന്റെ സൂപ്പർവൈസറായിട്ട് വന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചത്. ഈ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടിയിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ഉരച്ചു കാണിച്ചു കൊടുത്തു. പൊടിയാണ്. നിങ്ങളെന്താ കാലുകൊണ്ട് ഉരച്ചു കാണിക്കുന്നത്? റോഡ് തകരില്ലേ? ഈ നിലവാരത്തിലാണ് പല നിർമ്മാണ പ്രവർത്തികളും ഇപ്പൊ തൃത്താലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് കൂടുതൽ ദീർഘമായി സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ മേഖലയായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചാണ് വലിയ ചർച്ച. ഇപ്പൊ മാഷ് ഇവിടെ പറഞ്ഞു, നമ്മുടെ കാലത്ത് 2 കോളേജുകൾ ഈ നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചു. അതിനു മുമ്പ് തൃത്താലയിൽ ഒരു എയ്ഡഡ് കോളേജ് ഇല്ല, ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ല. 10-40-50 വർഷത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു തൃത്താലയ്ക്ക് സ്വന്തമായിട്ടൊരു കോളേജ്. അത് യാഥാർത്ഥ്യമാവാൻ 2011 ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, UDFന്റെ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടി വന്നു. തൃത്താലയിൽ നിന്ന് UDFന്റെ ഒരു ജനപ്രതിനിധിക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവേണ്ടി വന്നു എന്നുള്ളത് ഈ നാടിന്റെ യാഥാർത്ഥ്യമാണ്, ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എങ്ങനെയാ കോളേജ് മുന്നോട്ട് പോയത്? ആ കോളേജ് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന്റെ ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ ആ കോളേജിന് വേണ്ടി 5 ഏക്കർ സ്ഥലം കുട്ടനാട്ട് വളരെ പൊതുകാര്യ പ്രസക്തനായിട്ടുള്ള ശ്രീ K മുഹമ്മദിന്റെ സഹായത്തോടു കൂടി നമുക്ക് 5 ഏക്കർ സ്ഥലം അതിനുവേണ്ടി സൗജന്യമായി ലഭ്യമാക്കാൻ സാധിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് നീക്കിവെക്കാൻ സാധിച്ചു. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആ കോളേജിന് അംഗീകാരം ലഭിച്ചു.
ക്ലാസുകൾ ആരംഭിക്കാനുള്ള അംഗീകാരം ലഭിച്ചു, സർവകലാശാലയുടെ അംഗീകാരം ലഭിച്ചു, UGCയുടെ അംഗീകാരം ലഭിച്ചു, 3 കോഴ്സുകൾ സർക്കാർ അതിനുവേണ്ടി അനുവദിച്ചു, സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു, മറ്റ് താൽക്കാലിക അധ്യാപകരെ മുഴുവൻ നിയമിച്ചു. തൃത്താലയിലെ വെള്ളിയാങ്കല്ലിന് സമീപത്തുള്ള ഇറിഗേഷന്റെ കെട്ടിടത്തിൽ നമ്മൾ അതിന്റെ ക്ലാസ് മുറികൾ എല്ലാം സജ്ജമാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ അനുവദിക്കപ്പെട്ട ആദ്യത്തെ വർഷം തന്നെ ആ കോളേജിൽ അധ്യയനം ആരംഭിക്കാൻ സാധിച്ചു. അവിടെയാണ് പ്രത്യേകത. രണ്ടാമത്തെ വർഷം 2014 ആ കുട്ടികൾ മുഴുവൻ സെക്കൻഡ് ഇയറിലേക്ക് എത്തി. അതിന്റെ അടുത്ത വർഷം അവർ മുഴുവൻ തേർഡ് ഇയറിലേക്ക് എത്തി. 2015 ആവുമ്പോഴേക്കും 2016 ആവുമ്പോഴേക്കും ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങി. കോളേജ് വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല, കോളേജ് പ്രഖ്യാപിച്ച് കോളേജ് ആരംഭിച്ച് കുട്ടികൾ പഠനം തുടങ്ങി 3 വർഷത്തെ പഠനം പൂർത്തീകരിച്ച് കുട്ടികൾ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തിറങ്ങി. 5 വർഷത്തിനകത്ത് നടന്ന സംഭവമാണ്. ആ കുട്ടികളോടൊപ്പം അവരുടെ ഒരു ഗെറ്റ് ടുഗതറിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ രണ്ടാമത് പോയത്. 5 വർഷത്തിനകത്ത് ഇവിടെ ഈ 5 വർഷത്തിനകത്ത് ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങും എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം അല്ലാതെ എന്നാണ് നഴ്സിംഗ് കോളേജ് തുടങ്ങുക? എന്നാണ് അവിടുത്തെ ക്ലാസ് ആരംഭിക്കാൻ സാധിക്കുക? നഴ്സിംഗ് കോളേജിന്റെ ക്ലാസ് ആരംഭിക്കാൻ സാധിക്കുമോ? ഈ 5ാമത്തെ വർഷം വരെ കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥ എങ്ങനെയുണ്ടായി? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തൃത്താല കോളേജിൽ തന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ പരിമിതമായ സൗകര്യങ്ങളിലായിരുന്നു അത് തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് നമ്മൾ 3 കോഴ്സുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഓപ്റ്റ് ചെയ്തത്. ഈ ലാബ് അതുപോലുള്ള വലിയ സൗകര്യങ്ങളൊന്നും വേണ്ടാത്ത 3 കോഴ്സുകൾ. BSc മാത്തമാറ്റിക്സ്, BA എക്കണോമിക്സ്, BCom. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ക്ലാസ് റൂം മാത്രം മതി തൽക്കാലം, ലാബോ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ആ 3 കോഴ്സ് മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കോളേജ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ 10 വർഷമായി പിണറായി വിജയന്റെ സർക്കാരാണ്. ഒരു പുതിയ കോഴ്സ് ആ കോളേജിൽ ആരംഭിച്ചിട്ടില്ല. ഒരു PG കോഴ്സ് പുതിയതായി അവിടെ ആരംഭിക്കാൻ കഴിയുന്നില്ല. ഈ 10 വർഷം കൊണ്ട് ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. പല പരമ്പരാഗത കോഴ്സുകളും കാലഹരണപ്പെട്ടു പോയി. കുട്ടികൾ വേണ്ടാത്ത അവസ്ഥയായി. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞെടുക്കുകയാണ്. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ആ നിലയിൽ അപ്ഡേറ്റഡ് ആവുന്നില്ല. അപ്പോ പുതിയ കാലത്തിനനുസരിച്ച കോഴ്സുകൾ വരണം. ഇന്ന് അവിടെ MLA ഫണ്ട് കൊണ്ടുണ്ടാക്കിയ കെട്ടിടമടക്കം എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. പുതിയ കോഴ്സുകളില്ല. എന്നിട്ട് അവിടെ തന്നെ അതും നമ്മുടെ കാലത്ത് അനുവദിക്കപ്പെട്ട് നിർമ്മാണം ആരംഭിച്ച കെട്ടിടം കിഫ്ബി ആണ് ചെയ്യുന്നത്, ഞാൻ അംഗീകരിക്കുകയാണ്. അത് പൂർത്തീകരണം മാത്രമേ പിന്നീട് നടന്നിട്ടുള്ളൂ. പക്ഷേ ഈ വികസന നേട്ടങ്ങളുടെ കൂട്ടത്തിൽ അത് മുഴുവൻ വികസന നേട്ടങ്ങളുടെ കൂട്ടത്തിൽ അച്ചടിക്ക് വെക്കാറുണ്ട്. എല്ലാ പ്രചരണങ്ങളും പറയാറുണ്ട്. തൃത്താല കോളേജിൽ പുതിയ കെട്ടിടം കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? 2021 മുമ്പ് കൊണ്ടുവന്ന കെട്ടിടമാണ്. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതാണ്. പകുതി നിർമ്മാണം പൂർത്തീകരിച്ചാണ്. അത് പുതിയതായിട്ടുള്ള ഒരിടപെടലും പുതിയതായി വന്ന ജനപ്രതിനിധിക്ക് അക്കാര്യത്തിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ പദ്ധതിയെ കുറിച്ച് പറയുന്നു. 25ഓളം കോടി രൂപ ചെലവിലാണ് നമ്മൾ ഏറ്റവും ആധുനികമായ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പാർക്ക് ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കിയത്. അത് പൂർണ്ണമായി നാമാവിശേഷമായിരിക്കുകയാണ്. ഒരു പുതിയ കോഴ്സും അവിടെ തുടങ്ങാതെ ആളുകളുടെ നൈപുണ്യ പരിശീലനത്തിന് വേണ്ടി വിദേശത്തേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ തൊഴിൽ നൈപുണ്യം നേടി അതിന്റെ സർട്ടിഫിക്കറ്റും വാങ്ങി ആധികാരികതയോടുകൂടി തൊഴിൽ കമ്പോളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന തരത്തിൽ അവരെ പ്രാപ്തരാക്കുന്ന കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കേരളത്തിലെ 5-8 സ്ഥലങ്ങളിൽ ആരംഭിച്ചതിൽ ഒന്ന് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് കഴിഞ്ഞ 5 വർഷമായിട്ട് യാതൊരു ദിശാബോധവുമില്ലാതെ ഏതൊക്കെയോ തരികിട കോഴ്സുകളും നടത്തി ആർക്കും പ്രയോജനമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല, ഒരു താല്പര്യം കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടുകൾ പ്രഖ്യാപിക്കുക എന്നല്ലാണ്ട് ആ ഫണ്ടുകൾ സമയബന്ധിതമായി ചെലവഴിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല. ആ അവസ്ഥയ്ക്കുള്ളൊരു മാറ്റമാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. വികസനം എന്ന് പറയുന്നത് 4.25 വർഷത്തിന് ശേഷം മാത്രം വരേണ്ടതല്ല, 5 വർഷവും നിരന്തരം നടക്കേണ്ട ഒന്നാണ് എന്ന് ഈ നാടിന് ഓർമ്മയുണ്ടായിരിക്കണം എന്ന് മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ വെള്ളിയാങ്കല്ലിൽ നമ്മളൊരു ടൂറിസം പദ്ധതി കൊണ്ടുവന്നു. അന്ന് വെച്ച ആ ഊഞ്ഞാലും എക്യുപ്മെന്റ്സും ഒക്കെ തുരുമ്പ് പിടിച്ച് സ്വാഭാവികമായിട്ടും കാര്യം കഴിഞ്ഞാൽ മാറ്റണമല്ലോ. ഒന്നും ചെയ്യാതെ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്.
എന്നിട്ടിപ്പോൾ ഇതാ ഒരു മാസം മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കുഴിയൊക്കെ എടുത്ത് പുതിയ വർക്ക് തുടങ്ങുന്നതായിട്ട് കാണിച്ചു കൂട്ടുന്നുണ്ട് അല്ലേ? വെള്ളിയാങ്കല്ലിൽ പോകുന്നില്ല. എന്തെങ്കിലും ഒരു മാറ്റം കഴിഞ്ഞ 5 വർഷത്തിനകത്ത് അവിടെ പുതിയതായി ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പോൾ ഒക്കെ ഈ ഇലക്ഷൻ പ്രമാണിച്ചുള്ള സ്പെഷ്യലുകളാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളാണ്. അതിനപ്പുറം സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി ഉണ്ടാവണം. ഇപ്പൊ ഈ റോഡൊക്കെ ടാർ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുമിച്ചാണ് അതിന്റെ സൂപ്പർവിഷന് നിന്നിരുന്നത് അല്ലേ? നമുക്ക് അതിന് നിലയ്ക്കുള്ള എല്ലാ ആധികാരികമായിട്ട് അറിവുണ്ടായിട്ടല്ല. പക്ഷെ ഒരു MLA-യും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ റോഡ് നിർമ്മാണ പ്രവൃത്തികളൊക്കെ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺട്രാക്ടർമാർക്ക് കുറച്ച് പേടി വരും. അവര് കുറച്ച് നോക്കി ചെയ്യും അല്ലേ? ഈ റോഡ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോഴും കിടക്കണ്ടല്ലോ 5 വർഷത്തിന് ശേഷവും. എന്നാൽ അപ്പുറത്തെ പല റോഡുകളും 6 മാസം പോലും നിൽക്കുന്നില്ല. വ്യത്യാസതാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇപ്പോൾ 50-50 കമ്മീഷനാണ് എന്നുള്ളത്. നേരത്തെ ഞാൻ പരുതൂരിന്റെ കാര്യം പറഞ്ഞ പോലെ 2 കോടിയുടെ റോഡിൽ 1 കോടിയുടെ അഴിമതിയാണ്. 30 സെന്റിമീറ്റർ കനം വേണ്ടടുത്ത് 15 സെന്റിമീറ്ററേ ഉള്ളൂ. 50% കമ്മീഷനായിട്ട് ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോവുകയാണ്. ആ നിലയിലുള്ള അവസ്ഥയല്ല ഈ തൃത്താലയ്ക്ക് ഉണ്ടാവേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് കുറേയേറെ ആളുകൾ ഈ നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും മാറി ചിന്തിക്കാൻ തയ്യാറാവുന്നത്. ഇവിടെ ആ നിലയിൽ കടന്നു വരുന്ന കുറേയേറെ സുഹൃത്തുക്കൾ നമ്മുടെ പരിസരത്തുമുണ്ട്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക്, ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന വലിയ മതേതര കൂട്ടായ്മയിലേക്ക് ഞാൻ അവരെ മുഴുവൻ സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരിച്ചറിവ് ഈ കുറച്ചാളുകൾക്ക് മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൽ എല്ലായിടത്തും ഉണ്ട്, ഈ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പട്ടിത്തറ പഞ്ചായത്തിലടക്കം നമുക്ക് ഒരു തുടർഭരണം നേടാൻ സാധിച്ചത്. കഴിഞ്ഞ തവണ ശ്രീ ബാലന്റെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ്. ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് പട്ടിത്തറ പഞ്ചായത്ത് നമുക്ക് കഴിഞ്ഞ തവണ തിരിച്ചു പിടിക്കാൻ സാധിച്ചത്. പക്ഷെ 5 വർഷത്തെ ഭരണത്തിന് ശേഷം ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു, ഇത്തവണ ഈ തൃത്താല നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തിൽ ഏറ്റവും ആദ്യം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ അധികാരം നിലനിർത്തുന്ന പഞ്ചായത്ത് ഏത് എന്ന് ചോദിക്കുമ്പോൾ അത് പട്ടിത്തറയായിരിക്കും എന്ന് നമുക്ക് നേരത്തെ കൂട്ടി ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് തന്നെയാണ് ജനവിധിയായി ഒടുവിൽ നമുക്ക് കാണാനും സാധിച്ചത്. ആ നിലയിൽ തൃത്താല പഞ്ചായത്തും കപ്പൂർ പഞ്ചായത്തും അതുപോലെ തന്നെ ഈ പട്ടിത്തറയും ചാലിശ്ശേരിയും ആനക്കരയും ഒക്കെ നിലനിർത്തുകയും ഈ മളയേക്കൽ ബാവയടക്കം വിജയിച്ചു വരുന്ന തരത്തിൽ വലിയ ഒരു മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തിൽ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തത് ഈ നാട്ടിലെ ജനങ്ങൾ പലയിടങ്ങളിലും അല്ലെങ്കിൽ എല്ലായിടങ്ങളിലും ആ നന്മയുടെ രാഷ്ട്രീയത്തെ വീണ്ടും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി, ഒരു സൂചനയായി നമുക്ക് കാണാൻ സാധിക്കണം. അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഇനിയുള്ള നാളുകളിലും ഉണ്ടാകണം. കേരളം കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ആ മാറ്റത്തിലേക്ക് ഇനി കേരളത്തിന് 100 ദിവസം പോലും കാത്തിരിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇതാ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ, ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി മെച്ചപ്പെട്ട ഒരു കേരളത്തെ പണിതുയർത്താൻ ഒരു വലിയ പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട ശ്രീ VD സതീശന്റെ ആ പുതുയുഗ യാത്ര 16-ാം തീയതി തിങ്കളാഴ്ച രാവിലെ നമ്മുടെ നിയോജക മണ്ഡലത്തിലും വരികയാണ്. കൂറ്റനാട് വലിയൊരു ഗംഭീരമായ സ്വീകരണം. കോൺഗ്രസും മുസ്ലിം ലീഗും UDF മാത്രമല്ല, ഈ നാടിന് നല്ലൊരു മാറ്റമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അതിൽ അണിചേരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമാണുള്ളത്. അത്തരത്തിലുള്ളൊരു വലിയ മാറ്റം നമുക്ക് ഇവിടുന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം, കഠിനാധ്വാനം, സമർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ഇടപെടലുകൾ, വാശിയോടുകൂടിയുള്ള പ്രവർത്തനം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഇനിയുള്ള നാളുകളിൽ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഔപചാരികതയുടെ പേരിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് UDF.